കോളേജിലെ സിവിൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളാണ് ഈ വ്യത്യസ്തമായ ഭഗീരഥ പ്രയത്നം സാക്ഷാത്കരിച്ചത്. വില കൊടുത്ത് കുടിവെള്ളം വാങ്ങിക്കുടിച്ച ശേഷം ജനങ്ങൾ വലിച്ചെറിഞ്ഞ പ്ലാസ്റ്റിക് ബോട്ടിലുകളാണ് ചിലവ് കുറഞ്ഞ രീതിയിലുള്ള വീട് വെക്കാൻ വിദ്യാർത്ഥികൾ ഉപയോഗിച്ചത്. ഭൂമിക്ക് വിനാശകരമായ പ്ലാസ്റ്റിക്കിനെ മറ്റൊരു തരത്തിൽ കൈകാര്യം ചെയ്തപ്പോൾ മുള്ളിനെ മുള്ളുകൊണ്ടെടുത്ത ആശ്വാസം കൂടി വിദ്യാർത്ഥികൾ അനുഭവിച്ചു. വീട് നിർമ്മാണത്തിന് ചെർപ്പുളശ്ശേരി പട്ടണത്തിൽ നിന്നും പരിസര പ്രദേശങ്ങളിൽ നിന്നുമായി 6000-ഓളം കുപ്പികൾ ശേഖരിച്ചതായി വിദ്യാർത്ഥിയായ CP അബ്ദുൾ റഹീം പറഞ്ഞു. അതായത് ബ്രിക്കിന്റെ കംപ്രസീവ് സ്ട്രെങ്ത്തിനേക്കാളും 2 times ഇതിന് കംപ്രസീവ് സ്ട്രെങ്ത് ഉണ്ട്. അതായത് ഇതിന്റെ ലൈഫും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതായത് ഒരു വീട് സാധാരണ വീട് നിൽക്കുന്നേക്കാളും കൂടുതൽ ഒരുപക്ഷെ ഇത് നിന്നു എന്ന് വരാം. പിന്നെ പ്ലാസ്റ്റിക് ബോട്ടിൽ ഒരിക്കലും മണ്ണുമായി റിയാക്ട് ചെയ്യാൻ ചാൻസ് ഇല്ല. അതുകൊണ്ട് അതിന്റെ ലൈഫിനെ കുറിച്ച് നമുക്ക് കൂടുതലൊരു പ്രശ്നമൊന്നുമില്ല. പിന്നെ അതുപോലെ ഞങ്ങൾ ഇതിന് വേണ്ടിയിട്ട് ഒരു ബോട്ടിൽ ഫില്ല് ചെയ്യാൻ ഞങ്ങൾ 20 മിനിറ്റോളം എടുത്തിട്ടുണ്ട്. കാരണം ഇതിൽ 5 ലെയർ മണ്ണ് ഫില്ല് ചെയ്തിട്ട് ആദ്യം ഒരു ലെയർ ചെയ്തിട്ട് നന്നായി കോമ്പാക്ട് ചെയ്യും. എന്നിട്ട് അത് നമ്മളൊരു ബ്രിക്കിൻ്റെ അതേ ഹാർഡ്നെസ് വരുന്നവരെ നമ്മൾ അതിനെ കോമ്പാക്ട് ചെയ്യും. അപ്പോൾ ശരിക്കും അതിനൊരു ബ്രിക്കിൻ്റെ പർപ്പസ് അതിന് ഉണ്ടായിരിക്കും. പിന്നെ അതുപോലെ ഞങ്ങൾ ഈ കൺസ്ട്രക്ഷനെ 6000 ബോട്ടിൽസ് വരെ ഞങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളതിൻ്റെ പിന്നിലെടുത്ത എഫേർട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇതിന് ഞങ്ങൾ സിവിൽ ഡിപ്പാർട്ട്മെൻറ്റ് എല്ലാ കുട്ടികളുടെയും ഒരു ഹെൽപ്പ് ഉണ്ടായിട്ടുണ്ട്. കുപ്പികളിൽ മണ്ണ് നിറച്ച് ചെളി ഉപയോഗിച്ചാണ് വീട് കെട്ടിപ്പൊക്കിയത്. മണ്ണ് നിറച്ച കുപ്പികൾ കട്ടകൾക്ക് പകരം ചുവരിന്റെ ഭാഗമായി. 25ഓളം വിദ്യാർത്ഥികൾ 1.5 മാസം രാപ്പകൽ ഭേദമില്ലാതെയാണ് ഇത്തരമൊരു വീടിനായി പ്രയത്നിച്ചത്. വളരെ സന്തോഷത്തോടെ, അതിലേറെ അഭിമാനത്തോടെ പറയാൻ കഴിയും, ഞങ്ങളുടെ സംഘാടകരുടെ മാനേജ്മെന്റിന്റെ പ്രതീക്ഷകൾക്ക് അപ്പുറം ഏറെക്കുറെ ഇതുവരെയുള്ള കണക്ക് വെച്ച് ഏകദേശം 7800ഓളം ആളുകളാണ് ഈ പ്രദർശന നഗരിയിലെത്തിയത്. ഏതായിരുന്നാലും ഈ ഒരു ചരിത്ര വിജയം തുടർന്നും ആവർത്തിക്കുന്നതിന്, ഞങ്ങളുടെ വിദ്യാർത്ഥികളുടെ നൂതനമായ ആശയങ്ങൾ പൊതുജന സമക്ഷം അവതരിപ്പിക്കുന്നതിന് ഞങ്ങൾ ഇനിയും ഇത്തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കും.